എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഏറെക്കാലമായി ലളിതാ സഹസ്രനാമമോ ദേവീ മഹാത്മ്യമോ ഒക്കെ ജപിക്കുന്ന വ്യക്തികളായിരിക്കാം. ദിവസവും കൃത്യസമയത്ത് വിളക്ക് തെളിയിച്ച് ഭക്തിയോടെ മന്ത്രങ്ങൾ ഉരുവിടുന്നു. എന്നാൽ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയേറെ സാധന ചെയ്തിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ ആ ശാന്തിയുണ്ടോ? അതോ മന്ത്രങ്ങൾ വെറും ശബ്ദങ്ങൾ മാത്രമായി മാറുന്നുണ്ടോ? നമ്മളിൽ പലരും ചോദിക്കുന്ന ഒരു പരാതിയുണ്ട്. ഞാൻ എത്ര നാളായി ലളിതാ സഹസ്രനാമം ജപിക്കുന്നു, എത്രയോ വഴിപാടുകൾ കഴിച്ചു, എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ലല്ലോ. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, എനിക്ക് മന്ത്രം ജപിക്കാൻ അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ ദേവി എന്നെ അനുഗ്രഹിക്കുന്നില്ലേ. എന്നാൽ എൻ്റെ കൂട്ടുകാരെ, സത്യം അതല്ല. നിങ്ങൾ ദിവസവും 1 മണിക്കൂർ ഇരുന്ന് മന്ത്രം ജപിക്കുന്നു, വളരെ നല്ല കാര്യം. എന്നാൽ ആ ജപം കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേറ്റ് വരുന്നത് ആ പഴയ ആളായിട്ടാണോ? നിങ്ങൾ പൂജാമുറിയിൽ നിന്നും പുറത്തിറങ്ങി ആദ്യമായി പറയുന്ന വാക്ക് എന്താണ്? മിക്കവാറും അതൊരു പരാതിയായിരിക്കും, അല്ലെങ്കിൽ ആരോടെങ്കിലുമുള്ള ദേഷ്യമായിരിക്കും. ഇവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ആ സ്പിരിച്വൽ എനർജി നമ്മുടെ നാവ് തന്നെ നശിപ്പിച്ചു കളയുകയാണ്. നമ്മുടെ നാവ് ഒരു സേഫ് ഗാർഡ് ആകുന്നതിന് പകരം ഒരു ലീക്കേജായി മാറുന്നു. ഇതിനെക്കുറിച്ച് ആഴത്തിൽ നമുക്കൊന്ന് സംസാരിക്കാം. നമ്മുടെ ഉള്ളിൽ ഒരു വലിയ പവർ ഹൗസ് ഉണ്ടെന്ന് വിചാരിക്കുക. മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നമ്മൾ ആ പവർ ഹൗസിൽ പവർ നിറയ്ക്കുകയാണ്. എന്നാൽ നമ്മുടെ മോശം സംസാരം എന്നത് ആ പവർ ഹൗസിലെ ഒരു ലീക്കേജ് പോലെയാണ്. നിങ്ങൾ എത്ര വൈദ്യുതി നിറച്ചാലും ആ ഓട്ടയിലൂടെ അത് പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഒടുവിൽ ബാക്കി വരുന്നത് വട്ടപൂജയായിരിക്കും. നമ്മുടെ വൈദിക പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ച് ശ്രീവിദ്യയിലും ശക്തി സാധനയിലും ഒരു വലിയ രഹസ്യമുണ്ട്. നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ ആത്മീയ സാധനയും രണ്ടല്ല, ഒന്നാണ്. നിങ്ങൾ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ നിങ്ങൾ വെറുമൊരു പുസ്തകം വായിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഓരോ നാമത്തിലൂടെയും ലളിതാംബികയുടെ ചൈതന്യത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് ആവാഹിക്കുകയാണ്. ഓരോ നാമവും ഓരോ വിത്താണ്. അത് നിങ്ങളുടെ ബോധ മനസ്സിൽ പാകിയ ദിവ്യമായ എനർജിയാണ്. എന്നാൽ ജപം കഴിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അയൽവാസിയെക്കുറിച്ച് പരദൂഷണം പറയുന്നു, ജോലിയെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ പരാതിപ്പെടുന്നു, മറ്റുള്ളവരെ പരിഹസിക്കുന്നു, അല്ലെങ്കിൽ കഠിനമായ വാക്കുകൾ ഉപയോഗിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു തോട്ടക്കാരൻ മണ്ണിൽ വിത്തിട്ട ഉടനെ അത് മാന്തി പുറത്തെടുത്ത് നോക്കൂ. അങ്ങനെ നോക്കിയാൽ ചെടി വളരുമോ? ഒരിക്കലുമില്ല. നിങ്ങളുടെ അശ്രദ്ധമായ ഓരോ വാക്കും നിങ്ങൾ പാകിയ ആ ആത്മീയ വിത്തുകളെ പിഴുതെറിയുകയാണ് ചെയ്യുന്നത്. ലളിത സഹസ്രനാമം നമുക്ക് നൽകിയത് വാഗ്ദേവിമാരാണ്, വാക്കിനെ നിയന്ത്രിക്കുന്ന ദേവതകൾ. സംസാരം അഥവാ വാക്ക് എന്നത് വെറും ഒരു വിനിമയ ഉപാധിയല്ല, അത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനുള്ള കരുത്തുള്ള ഒന്നാണ്. നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ വാഗ്ദേവിമാരോട് നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ സംസാരം കൂടുതൽ പരിശുദ്ധമാകാനാണ്. കാരണം വാക്കിലൂടെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങളുടെ നാവ് പരിശുദ്ധമല്ലെങ്കിൽ, അവിടെ നെഗറ്റിവിറ്റിയും കയ്പും നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ജപിക്കുന്ന മന്ത്രങ്ങൾക്ക് എങ്ങനെ ഫലം നൽകാൻ കഴിയും? നമ്മൾ മറ്റൊരാളെ ചീത്ത പറയുമ്പോഴോ പരദൂഷണം പറയുമ്പോഴോ നമ്മൾ വിചാരിക്കും അത് മറ്റൊരാളെയാണ് ബാധിക്കുന്നത് എന്ന്. എന്നാൽ സത്യത്തിൽ അത് ബാധിക്കുന്നത് നിങ്ങളുടെ സാധനയെയാണ്. നിങ്ങൾ ജപിച്ചുണ്ടാക്കിയ ആ ചൈതന്യം അവിടെ വെച്ച് മുറിഞ്ഞു പോകുന്നു. നമുക്ക് ചുറ്റുമുള്ള ചില കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഓഫീസിൽ പോയി മറ്റൊരാളെക്കുറിച്ച് മോശം പറയുന്നു, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് പങ്കാളിയോട് വളരെ കഠിനമായ വാക്കുകൾ ഉപയോഗിക്കുന്നു. എന്നിട്ട് വൈകുന്നേരം പോയി ജപിക്കാനിരിക്കുന്നു. നിങ്ങളുടെ മനസ്സപ്പോൾ ശാന്തമായിരിക്കുമോ? ഇല്ല. നിങ്ങൾ പറഞ്ഞ ആ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ നടന്നുകൊണ്ടേയിരിക്കും. ഒരു ചെടി നട്ട് നനയ്ക്കുന്ന കാര്യം ആലോചിച്ച് നോക്കൂ. രാവിലെ നിങ്ങൾ അതിന് വെള്ളം ഒഴിക്കുന്നു, അതാണ് നിങ്ങളുടെ മന്ത്രജപം. ഉച്ചയ്ക്ക് ആരെങ്കിലും വന്ന് ആ ചെടിയുടെ മുകളിൽ തിളച്ച വെള്ളം ഒഴിച്ചാൽ എന്തായിരിക്കും? അതാണ് നിങ്ങളുടെ മോശം സംസാരം. ആ ചെടി അവിടെ തന്നെ കരിഞ്ഞു പോകും. മന്ത്രം കൊണ്ട് നിങ്ങൾ നൽകുന്ന ജീവൻ വാക്കുകൾ കൊണ്ട് നിങ്ങൾ നശിപ്പിക്കുന്നു. എന്നാൽ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന കാര്യം എന്താ? നമ്മൾ പറഞ്ഞത് സത്യമല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. സത്യമാണെങ്കിലും അത് കഠിനമായ രീതിയിൽ പറയുമ്പോൾ അവിടെ നെഗറ്റിവിറ്റി ഉണ്ടാകുന്നു. ലളിതാംബികയുടെ ഭക്തർ എപ്പോഴും ദയയുള്ള വാക്കുകൾ സംസാരിക്കണം എന്നതാണ് പ്രമാണം.
എന്നാൽ പലരും ചോദിക്കാറുണ്ട്, അപ്പോൾ പിന്നെ ഞാൻ ആരോടും സംസാരിക്കാതെ ഇരിക്കണോ? എനിക്ക് ദേഷ്യം വന്നാൽ എന്ത് ചെയ്യുമെന്ന്. എൻ്റെ കൂട്ടുകാരെ, ഈ ആത്മീയത, അതായത് സ്പിരിച്വാലിറ്റി എന്നാൽ വായ മൂടിക്കെട്ടിയിരിക്കുന്നതല്ല. മൗനം എന്നാൽ സംസാരിക്കാതിരിക്കാൻ മാത്രമല്ല, ആവശ്യമില്ലാത്തത് സംസാരിക്കാതിരിക്കലാണ്. നമുക്ക് ദേഷ്യം വരാം, വിയോജിപ്പുകൾ ഉണ്ടാകാം, പക്ഷേ അത് പ്രകടിപ്പിക്കാൻ ഒരു രീതിയുണ്ട്. മറ്റൊരാളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്താതെ കാര്യങ്ങൾ പറയാൻ നമുക്ക് സാധിക്കണം. മറ്റൊരു തെറ്റിദ്ധാരണ മന്ത്രം ജപിക്കുമ്പോൾ മാത്രം ഭക്തി കാണിച്ചാൽ മതിയെന്നാണ്. പൂജാമുറിയിലെ ഭക്തിയേക്കാൾ വലുതാണ് പുറത്തെ ജീവിതത്തിലെ നിങ്ങളുടെ പെരുമാറ്റം. നിങ്ങൾ എത്ര സഹസ്രനാമം ചൊല്ലി എന്നതിലല്ല കാര്യം, നിങ്ങൾ എത്ര പേരോട് സ്നേഹത്തോട് സംസാരിച്ചു എന്നതിലാണ് നിങ്ങളുടെ സാധനയുടെ വിജയിക്കുന്നത്. മൗനം എന്നതൊരു ശിക്ഷയല്ല, അതൊരു സംരക്ഷണ കവചമാണ്. അനാവശ്യമായി സംസാരിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ എനർജിയെ സംരക്ഷിക്കുകയാണ്. മന്ത്രത്തിലൂടെ നിങ്ങൾ സമ്പാദിച്ച എനർജി അനാവശ്യ സംസാരത്തിലൂടെ ചോർന്നു പോകാതെ നോക്കാൻ മൗനം സഹായിക്കുന്നു. ഇതിനർത്ഥം നിങ്ങൾ ആരോടും സംസാരിക്കാതെ ഇരിക്കണമെന്നൊന്നുമല്ല. നമുക്ക് ജോലിയുണ്ട്, ബിസിനസ് ഉണ്ട്, കുടുംബമുണ്ട്, അവിടെയൊക്കെ സംസാരിക്കേണ്ടി വരും. പക്ഷേ മാറ്റം വരേണ്ടത് നമ്മുടെ ബോധത്തിലാണ്, അതായത് അവയർനെസ്സിലാണ്. നിങ്ങൾ സത്യവും ദയയും കലർന്ന വാക്കുകൾ സംസാരിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങളുടെ സാധന അവിടെയും തുടരുകയാണ്. നിങ്ങൾ പൂജാമുറിയിൽ ഇരുന്നില്ലെങ്കിലും നിങ്ങളുടെ സംസാരത്തിലൂടെ നിങ്ങൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ ജീവിക്കുന്ന രൂപമായി മാറുന്നു. പലരും വിചാരിക്കുന്നത്, ഞാൻ ഇത്രയും ഭക്തിയോടെ ജപിച്ചിട്ടും അമ്മ എന്നെ പരീക്ഷിക്കുകയാണോ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം മാറാത്തതെന്ന്. എന്നാൽ എൻ്റെ കൂട്ടുകാരെ, അമ്മ നിങ്ങളെ പരീക്ഷിക്കുകയല്ല. അമ്മയുടെ അനുഗ്രഹം അവിടെ തന്നെയുണ്ട്. മന്ത്രങ്ങൾക്കും ശക്തിയുണ്ട്. പക്ഷേ ആ ശക്തിയെ നിങ്ങളുടെ സ്വന്തം സംസാരം കൊണ്ട് നിങ്ങൾ തന്നെ തടയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം മന്ത്രത്തിൻ്റെ ശക്തിക്കുറവല്ല, മറിച്ച് നിങ്ങളുടെ വാക്കുകളിലൂടെയുള്ള എനർജി നഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇന്നു മുതൽ ഒരു മാറ്റം കൊണ്ടുവന്നാലോ? ഇത് കേൾക്കുന്ന എല്ലാവരോടുമായി ഞാൻ പറയുകയാണ്, 21 ദിവസത്തെ ഒരു വ്രതം എടുത്താലോ? ഇത് വളരെ ലളിതമാണ്. ഒന്നാമത്തേത്, ആലോചിച്ച് സംസാരിക്കുക. നിങ്ങളുടെ വായ തുറക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക, ഞാനത് പറയേണ്ടതുണ്ടോ. 2, പരാതികൾ കുറയ്ക്കുക. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന പരാതികൾക്ക് പകരം എല്ലാം നന്നായി വരും എന്ന് പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയുക. 3, പരദൂഷണം വേണ്ട. ഒരാൾ അവിടെ ഇല്ലാത്തപ്പോൾ അയാളെക്കുറിച്ച് ഒരു മോശം കാര്യവും പറയാതിരിക്കുക. 4, മാപ്പ് ചോദിക്കുക. അബദ്ധത്തിൽ ആരോടെങ്കിലും മോശമായിട്ട് സംസാരിച്ചാൽ അഭിമാനം നോക്കാതെ അവരോട് മാപ്പ് ചോദിക്കുക, അല്ലെങ്കിൽ മനസ്സിലെങ്കിലും പശ്ചാത്തപിക്കുക. നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഒരു 10 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ തിരിച്ചറിയും നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രത്യേക ശാന്തി വരുന്നത്. നിങ്ങൾ ജപിക്കുന്ന മന്ത്രങ്ങൾക്ക് മുമ്പത്തേക്കാൾ പവർ കിട്ടുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. കാരണം നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ എനർജി ചോർത്തിക്കളയുന്നില്ല. ലളിതാ സഹസ്രനാമം എന്നത് വെറും വാക്കുകളുടെ കൂട്ടമല്ല, അത് നിങ്ങളിൽ സംഭവിക്കേണ്ട പരിവർത്തനമാണ്. നിങ്ങൾ അമ്മയെ ആരാധിക്കുക മാത്രമല്ല, അമ്മയുടെ ഗുണങ്ങൾ നിങ്ങളുടെ സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും സ്വന്തമാക്കുക കൂടിയാണ് വേണ്ടത്. അവസാനമായി ഒരു കാര്യം കൂടി, നിങ്ങൾ പറയുന്ന ഓരോ വാക്കും പ്രപഞ്ചം കേൾക്കുന്നുണ്ട്. അത് നന്മയുള്ളതാക്കി മാറ്റുക. പ്രപഞ്ചം നിങ്ങൾക്ക് നന്മകൾ തിരിച്ചു തരും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.